ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന VR റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ പ്ലെയിൻ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടറിയാം. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യട്ടോ. നമ്മളിപ്പം നേരെ ക്ലോക്ക് ടവറിലോട്ട് അയച്ചു പിടിക്കുന്നത്. എനിമീസൊക്കെ ഉണ്ടായിരിക്കണം. അടിച്ചിറങ്ങി തൂത്ത് വരാന്നുള്ള രീതിയിലാണ് പോകുന്നത്. പോയിട്ട് ഇറങ്ങിയിട്ട് കാണാം നമുക്ക് എന്നാ. അപ്പം നമ്മൾ നേരെ ക്ലോക്കിലെത്തിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് ബാക്കി കണ്ടറിയാം. ഓ, ഫസ്റ്റ് കിട്ടിയത് പ്ലാസ്മ മാറ്റി നമ്മൾ വെക്ടർ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഗൈസ്, പറഞ്ഞു നടക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ലൂട്ടൊക്കെ പറക്കി തൂത്ത് വരിക്കൊണ്ടിരിക്കുക. എക്സമേറ്റ് മാറ്റി ആക്കി എടുത്തു. നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മൾ കളിക്കുന്ന കണ്ണ് MP40 ആണ്. MP40 ആണ് വെക്ടർ. MP40 കിട്ടിയ വെക്ടർ നമ്മൾ മാറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷെ MP40 തിരയുന്നുണ്ട്, കിട്ടുമായിരിക്കും, നോക്കാം. കേസ് എൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് എൻ്റെ കൂടെ ഇപ്പം ഓടിയ അത് എൻ്റെ കസിനാണ്. അവൻ എൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അവൻ നെറ്റൊന്ന് അടിച്ചു പോയി എന്ന് പറഞ്ഞു. പിന്നെ അവൻ കളിച്ചില്ല. അവനെപ്പോഴും ഇപ്പോൾ ചാവുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ്. ഞാൻ അങ്ങോട്ട് ഓടിക്കൊണ്ട് ഇരുന്നപ്പോൾ തിരക്കം വാരി പിറക്കി ഫയർ ചെയ്തുകൊണ്ടിരിക്കും. എനിമി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചുമ്മാ ഫയർ ചെയ്തതാണ്. ഭയങ്കര ഇതാണ്. നമ്മുടെ ഒരു വണ്ടിയൊക്കെ കിട്ടുമോ നോക്കി പോയതാണ്. കിട്ടുവാണേ കൊള്ളാമല്ലോ. ഇപ്പം അവൻ പറഞ്ഞു, അല്ല ഞാനൊരു എനിമീനെ കണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് ഞാൻ പറയും ഇല്ലെന്ന്. പിന്നെ ഞാൻ അവിടെ പോയി തിരിച്ച് ഞാനത് നോക്കുന്ന എനിമി ഉണ്ടെന്ന് ഇവൻ പറഞ്ഞപ്പോൾ ഇനി എന്നാ. നമ്മളിപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. ഉണ്ടെങ്കിൽ ഒരെണ്ണം തൂക്കുക, വേറെ പീക്കിലോട്ടോ ഭീമാശക്തിയിലോട്ടോ ഒക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് സൈഡിൽ നമ്മുടെ ടീമേറ്റ് നോക്കായത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് വെച്ച് പിടിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, അവിടെ ഒരു ഗ്ലൂ വാളൊക്കെ കാണുന്നുണ്ട്. എന്നെ ഒരു ടീമേറ്റിനെ പൊക്കിയിട്ട് കയറാമെന്ന് പറഞ്ഞ് ടീമേറ്റിനെ പൊക്കി നേരെ വീണ്ടും റൂഫ് ടോപ്പിലോട്ട് പോവുക. നമുക്ക് അവിടെ കയറി നോക്കാം. ഇത് പൊട്ടിച്ചപ്പോഴാണ് തൊട്ട് താഴെ ഒരു എനിമി ഉണ്ടെന്ന് മനസ്സിലായത്. അവിടെ നേരെ ഇതിൻ്റെ ടോപ്പിൽ കയറി താഴെ രണ്ടുപേരും ഓടുന്നുണ്ട്. രണ്ടിനെ സ്പോട്ട് ചെയ്തു. ഒരുത്തിനെ പിടിച്ച് തലയടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ഫിനിഷ് ചെയ്തതാണ് സൈഡിലെടുത്ത് നിന്ന് ലൂട്ട് എടുക്കുന്നു. എന്നിട്ട് അവൻ തിരിച്ചോടി വന്നിട്ടുണ്ട്. വീണ്ടും അവൻ്റെ തലയടിച്ച് കൊടുത്തു. അപ്പോഴാണ് വീണ്ടും താഴെ പൊക്കി വിട്ട ടീമേറ്റ് വീണ്ടും നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, കറങ്ങിച്ചെന്ന് ജനൽ വഴി ഒറ്റ ചാട്ടമായിരുന്നു. ഓക്കോങ്ങിട്ട് പതുക്കെ നോക്കി. ആദ്യമേ നോക്കിയപ്പോൾ അവനെ കണ്ടില്ല. ടീമേറ്റിൻ്റെ ലൂട്ട് ബോക്സ് ഉണ്ട്. ജനാല വഴി നോക്കിയപ്പോൾ സൈഡിലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ നേരെ കയറിക്കുന്ന കറക്റ്റ് മൊത്തം ഫുൾ റെഡ് അടിച്ചുകൊണ്ട് അവനെ അവിടെ നോക്കി. എന്നിട്ട് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഓടി താഴെ നോക്കാക്കി ഒരു കില്ല് കിട്ടിയില്ലായിരുന്നു. അവൻ്റെ അടുത്തോട്ട് പോയി. അവനെ കണ്ടു. അവനെ പറക്കി പിടിച്ച് തീർത്തു. നമ്മൾ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട്, എടാ എനിമി ഉണ്ട് വരെ. അവൻ്റെ അടുത്തോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീമേറ്റിനെ പൊക്കാൻ വേണ്ടി പോവാ. അപ്പം നമ്മൾ മുമ്പേ കൊന്നതിൽ രണ്ടവന്മാരും ഇത് പറന്നിറങ്ങുന്നുണ്ട്. കുറേ അടിക്കാൻ നോക്കി. ഒരുതിന് 31 മാത്രം കയറി. പിന്നെ കിട്ടിയൊന്നുമില്ല. അവൻ ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ഓടുക. എന്നെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു.
നോക്കിയപ്പോൾ മറ്റവൻ്റെ ഗ്ലൂ കളിക്കുന്നുണ്ട് ആദ്യമേ വന്നവൻ്റെ. വേറൊരു 2 പേരുണ്ടല്ലോ, എൻ്റെ ഇടയ്ക്ക് ഒരുത്തിനെ കണ്ടില്ല. പിന്നെ നമ്മളൊന്നേ ബാഗ് ഒന്ന് ഓപ്പൺ ആക്കി എത്ര ഒരു കാര്യം നോക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഓടിയപ്പോൾ സൈഡിൽ അവനെ കണ്ടു. അവനെ കുറേ അടിച്ച് ഡാമേജ് കൊടുത്തു. അവൻ ഗ്ലൂ ഇടുന്നതുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് എറിഞ്ഞു. പക്ഷേ അത് ഡാമേജ് ഒന്നും കണ്ടില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ ഗ്ലൂവാൾ മെൽറ്റർ ഇട്ടപ്പം അവിടെ അവനെ കണ്ടില്ല കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഗ്രനേഡ് എറിയുന്ന സമയത്തിന് അവൻ അവിടെ നിന്ന് ഓടിയത്. അപ്പോഴാണ് സൈഡ് ടീമേറ്റിൻ്റെ അടി നോക്കിയോളാൻ നോക്കുക. അവനെ തീർത്തപ്പോഴത്തേക്കും വീണ്ടും ഞാൻ പറഞ്ഞു കസിനുണ്ടെന്ന്. അവനെ അടിച്ചു തീർന്നു. അവൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മതിലിൻ്റെ പുറകെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഊക്കം കിട്ടുമെന്ന് നോക്കിയില്ല, നേരെ പുറകോട്ട് പോയി. പുറകെ ചെന്ന് മേളിൽ കയറി എടുത്ത് തല സ്കോപ്പ് ചെയ്ത് 2 അടി അവനെ നോക്കാക്കി. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇവിടെ കില്ല് കിട്ടി. നമ്മളത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവനെ പൊക്കുക. ഇവനെ പൊക്കിയിട്ട് ഞാനിപ്പോൾ തിരിച്ച് നേരെ എനിമി ഉണ്ടെന്ന് പറഞ്ഞ് നേരെ മേളിലോട്ട് കയറുവാണ്. സൈഡിൽ എനിമീനെ നോക്കാക്കിയിട്ട് കാര്യം മറന്നുമായിരുന്നു. പിന്നെ ഞാൻ നേരെ വന്ന് ടീമേറ്റിനെ 2 പേരെയും പൊക്കി വിട്ടു. പിന്നെ സൈഡിൽ എനിമി ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂഫ് ടോപ്പിൽ കയറി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കാക്കില്ല, വെച്ച് തല മാത്രം അടിച്ചു. ആ കില്ലങ്ങ് ഓർത്തൻ കുമ്മിക്കൊണ്ട് പോയി. അങ്ങനെ ഞാൻ നൈസായിട്ട് തലടിച്ച് പൊളിച്ച് ആ ടീമങ്ങ് വൈപ്പാക്കി. അപ്പോഴാണ് ഞാൻ എനിമീനെ അപ്പോഴാണ് താഴെക്കൂടെ ആരോ പോകുന്നുണ്ട്. ഞാൻ ആദ്യമാകത്ത് ടീമേറ്റ് തന്നാൽ പിന്നെ നോക്കിയപ്പോൾ ടീമേറ്റ് അല്ല. പിന്നെ അവനെ അങ്ങ് അടിച്ചു പോയി. ആ ടീം വൈപ്പായില്ല, അവനെ നോക്കാൻ കിട്ടും. ഇവനൊന്നും മറ്റേ സൈഡിൽ നിന്ന് റിവൈവ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് അവനെ 2 വെട്ട് 1 2 3 ഒരാൾ കഴിഞ്ഞു ലൂട്ട് ചെയ്യാം. അതിൻ്റെ നമ്മൾ ടീനേജ് എടുത്തിട്ടുണ്ട്. ചുമ്മാ ലൂട്ടി നടക്കുക. അങ്ങനെ നമ്മൾ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊന്നതിൻ്റെ ലൂട്ട് ബോക്സും എല്ലാം അങ്ങ് നോക്കി അടിച്ച് പറക്കി. നമുക്ക് വേണ്ട MP40 ഒരിടത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനാണ് മാപ്പ് എൻ്റെ കൂടെ ഒരുത്തനുണ്ടെന്ന് പറഞ്ഞേ, അവന് നെറ്റ് പോയതുകൊണ്ട് പിന്നെ അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് മാപ്പ് തുറന്ന് നോക്കിയതാണ്. അവനിപ്പം മറ്റേ ദിനശക്തിയുടെ അവിടെയും കണ്ട. അതിൻ്റെ ഇടയ്ക്കാണ് ടീമേറ്റ് എല്ലാം കൂടെ സിപ്ലിയും പിടിച്ചു പോയി. നമ്മളെ ഒറ്റയ്ക്കാക്കി, സങ്കടമായി. പിന്നെ നമ്മളും പുറകെ വെച്ച് പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പം അവിടെ ഫൈറ്റല്ല, അവൻ മറ്റേ R7 ലൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. നമുക്കും വേണ്ട വലിയ ലൂട്ടൊക്കെ. അതിനകത്ത് ഗ്രോസ് അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് പോയതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു തേങ്ങയില്ലായിരുന്നു. എല്ലാം വേറെ ആരും ലൂട്ടി, ഇതേ ടീമേറ്റ് ലൂട്ടി. പിന്നെയാണ് മേലെ ടീമേറ്റിന് അടി കിട്ടുന്നതന്നെ. അവിടെ വെച്ച് വിറ്റാൽ പിന്നെ നൈസായിട്ട് നമ്മൾ കുഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മേളിൽ വെച്ച് സോളോ ഡെയർ അവനെ കൊല്ലാന്ന് വെച്ചാണ് മേളിലോട്ട് പോയി. അപ്പോൾ ടീമേറ്റിന് അടി പുറകിൽ. പിന്നെ നേരെ പുറകോട്ട് വെച്ച് പിടിച്ചു, സ്കോപ്പ് ചെയ്താക്കി വെച്ചാൽ കാലിലെടുത്ത് പിടിച്ചു. വീണ്ടും നമ്മൾ മേളിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് മേളിലോട്ട് സോളോ ഡെയറിനെ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ നിന്ന് ടീമേറ്റ് നോക്കി. പിന്നെ അവിടെ നിന്ന് മേളിൽ നിന്ന് വെച്ചാണ് അടിച്ച് നോക്കാക്കി. അതിൻ്റെ ഇടയ്ക്കാണ് സൈഡ് ടീമേറ്റ് വീണ്ടും നോക്കി. അപ്പോൾ പുറകിൽ എനിമീനെ ഉണ്ട്. ഓപ്പോന്നിട്ട് നോക്കി സോൺ ഡാമേജ് കൊണ്ടുപോയി. പുറകിൽ നിന്ന് അവൻ്റെ തലയടിച്ച് പൊടിച്ചിട്ട് ഓടിപ്പോയി ടീമേറ്റിനെ പൊക്കി. ഇതൊക്കെയിട്ട് കവർ ചെയ്ത് പൊക്കി. മറ്റവനെ പൊക്കാലോ എന്ന് ഓർത്ത് ഇവനെ പൊക്കിയാണ് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കുന്നുണ്ട്. പൊട്ടിക്കാൻ ചത്ത്. പിന്നെ തിരിച്ച് പുറകോട്ട് ഓടി മറ്റേ നമ്മൾ നോക്കാക്കി അവനെ തീർക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാം. അങ്ങനെ ഇവനെയും തീർത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പുറകോട്ട് പോയി അവനെ തീർക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് നിന്ന് അവന് 3 വെട്ട് കൊടുത്ത് അവനെയും തീർത്തു. പിന്നെ സോണിൽ കയറണമല്ലോ. ചാർജർ ഇൻഹേലർ വലിച്ച് കയറ്റി ഒറ്റ ഓട്ടാ സോണിലോട്ട്. മുമ്പ് സൈഡിൽ ഒരുത്തം പൊക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ എടുത്തോട്ട് പോകാതെ ഞാൻ നോക്കിയില്ല. അവൻ ഓടുന്നുണ്ട്, സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നേരെ ഒന്ന് കയറിയത് സ്കാനറിലോട്ടാണ്. സ്കാനറിൽ കയറിയപ്പം 2 ടീമേറ്റ് താഴത്തോട്ട് പോകുന്നത് കണ്ട് ഞാൻ പിന്നെ അവൻ്റെ അടുത്തോട്ട് പോകാമല്ലോ എന്ന് ഓർത്ത്
അങ്ങോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു ഫൈറ്റ് ഫുൾ ടീമുണ്ട്. അവൻ നേരെ പുറകോട്ട് വെച്ച് പിടിച്ചു. പിന്നെ അവൻ്റെ അടുത്തോട്ട് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് പോയതാണ്. നേരെ അവൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ സൂപ്പർ ഡ്രോപ്പ് ഒരുത്തൻ ലൂട്ട് ചെയ്യാം. പിന്നെ ടീമേറ്റിനെ ഇത് വെച്ച് പൊക്കാലോ, ഇതിൻ്റെ 1000 ടോക്കൺ കൊടുത്ത് അതിൻ്റെ സമയവും കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ നോക്കി, പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാനത് കളഞ്ഞു. പിന്നെ ടീമേറ്റിന് അവിടെ അടി കിട്ടുന്നതാണ് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചിട്ട് ടീമേറ്റ് ചുവതായി കൊടുത്ത് കിട്ടിയില്ല. പിന്നെ ആ ചാടി ഇതാക്കാൻ കില്ല് വന്നു. അവനെ ഫിനിഷ് ചെയ്യുമ്പോൾ വേറൊക്കെ കയറി നോക്കി അവനെയും തീർത്തു. ഇനി വല്ല ലൂട്ടാലോ എന്ന് ഓർത്ത് പോയപ്പോഴാണ് അവൻ്റെ ബാക്കി 2 സ്കോഡും കയറി. 2 ഗ്ലൂ ഇട്ട് നോക്കാക്കി എടുക്കുന്നതും തീർത്തു. എന്നിട്ട് ഇവിടെ ഗ്ലൂ ഇട്ട് നേരെ ജനൽ വഴി ഒറ്റ ചാട്ടം. ഇന്നേലൊക്കെ വലിച്ച് അവന്മാരെവിടെയാണെന്ന് നോക്കി ഇതേ ഒരുത്തിന് ഓടുന്നു. അപ്പോൾ അവന്മാരൊക്കെ ഫോണിൽ കയറിയിട്ട് പുറകെ വന്നിരിക്കും. പിന്നെ ഒരു 3 ഗ്ലൂ കാർഡ് ഇട്ട് ചുറ്റിലും ഇട്ട് സൂപ്പർ മെഡിക്കിറ്റ് ഓടിച്ചു. മറ്റേ സ്കാൻ ഓഫ് ലൈഫ് ഓടിച്ചു. നേരെ ഓടി പുറകെ നമ്മൾ അടിച്ചു. പിന്നെ മണ്ടയ്ക്ക് കയറി വരുമ്പോൾ നേരെ താഴെ ഫുൾ റെഡ് അടിച്ച് അങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ ടീമേറ്റ് കൊണ്ടാണ് പണി എനിക്ക് ഞാൻ 2നെയും തീർത്തപ്പോഴാണ് ഞാൻ തീർത്ത് സോണിൻ്റെ വെളിയിൽ നിന്ന് മെഡടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവൻ്റെ ലൂട്ട് ബോക്സിൽ MP40 ഇറപ്പുണ്ടായിരുന്നു. അവൻ എന്നെ അടിച്ചത് MP40 വെച്ചാൽ. പിന്നെ അത് തപ്പി അത് തൂക്കി. അതിൽ M4 ഉണ്ടായിരുന്നു, അതും തൂക്കി. MP40 എല്ലാം തൂക്കി. ഇപ്പോൾ ഫുൾ സെറ്റാണ്. പിന്നെ നേരെ നിന്ന് ഒരു റിപ്പയർ അടിച്ച് പിന്നെ ഹിറർ മരിച്ചാൽ ഒറ്റ ഓട്ടോ സോണിലോട്ട് അമ്മായി രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ലോഞ്ചറിട്ടു. ഒരൊറ്റ സൂപ്പർ മെഡിക്കിറ്റ് അടിച്ചു. പിന്നെ പറക്കും ഒറ്റപ്പോക്ക് നേരെ ഒന്ന് മതിലിടിച്ച് താഴെ കിടന്നു. പിന്നെയാണ് ഞാൻ പറന്നു വന്നപ്പോൾ താഴെ കൂടി ഇനി ഇതേ ഓടുന്നു. ഓടട്ടെ, നമ്മളെന്തിനാ വെറുതെ നോക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ അവനെ അങ്ങ് വിട്ടു. പിന്നെ കുറച്ച് നേരം കവർ ചെയ്ത് നിൽക്കാം. 4 എനിമീസും കൂടെ അല്ലേ ഉള്ളൂ. MP40 ബുള്ളറ്റ് ഇല്ലായിരുന്നു. പിന്നെ അത് സ്മോൾ വെൻഡിങ് മെഷീനിൽ നിന്നാണ് കുറച്ച് ബുള്ളറ്റും വാരി പിറക്കി. പിന്നെയാണേൽ ഞാൻ അവിടെ നിന്ന് ബുള്ളറ്റിനൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു, വലിയ ബുള്ളറ്റ്. പിന്നെ പോയി അതിൽ നിന്ന് ശകലം പിറക്കിയപ്പോൾ ലൈഫ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിക്കിറ്റ് അടിച്ചു. അപ്പോഴാണ് ആലോചിച്ചത് സ്റ്റോറേജ് കുറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിനി ബാക്കിയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും പോയി ബുള്ളറ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കേസ് നമ്മൾ താഴത്തോട്ട് കൊണ്ടുവന്നപ്പോൾ താഴെ 2 പേരെ സ്പോട്ട് ചെയ്തു കേട്ടോ. അവന്മാരെ സ്പോട്ട് ചെയ്തു. അവന്മാരുടെ ടീം തന്നെയാണ്. പിന്നെ താഴത്തോട്ട് ഓടി അടിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ സാധനം എല്ലാം എടുത്ത് തൂക്കി എറിഞ്ഞു. ഒറ്റ ഓട്ടമാണ്. നമ്മൾ ബുയ്യ അടിക്കണതെന്ന് അർത്ഥം കൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമുക്ക് 14 കില്ല് അടിച്ചിട്ടുണ്ട്. ഏത് കളി ബുയ്യ അടിക്കണം, ഒറ്റ ലക്ഷ്യത്തിൽ കളിക്കുന്നത്. നമ്മുടെ BRലെ പുതിയ സീസൺ വന്നേ പിന്നെ 2ാമത്തെ കളിയത്. ഈ കളി എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് കളിച്ചത്. ഒരുത്തിനെ സ്പോട്ട് ചെയ്ത് അവനെ നോക്കി അവനെ ഫിനിഷ് ചെയ്യും. അപ്പോൾ 15 കില്ല. 3 പേരല്ലേ ഇത്. അപ്പോൾ ഒരുത്തിനെ ഡ്രോപ്പിൻ്റെ അവിടെ നിന്ന് മാറി എന്നെ അടിച്ചോണ്ടിരിക്കുക. ഞാൻ അപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുക. അവനെ ഇങ്ങനെ തീർക്കാൻ പറ്റുവാണെങ്കിൽ തീർക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എന്ന് ഞാൻ ഊക്കവും കിട്ടും പതുക്കെ നീങ്ങുക. ചെറുക്കൻ എന്നിട്ടും എന്നെ ഭയങ്കര അടി. പിന്നെ റിപ്പയർ മേടിച്ച് അവൻ വരട്ടെ എന്ന് പറഞ്ഞ് അവനെ സ്പോട്ട് ചെയ്ത് അവന് കുറച്ച് ഡാമേജ് കൊടുത്തത്. അവൻ്റെ കയ്യിൽ ഏതോ പടക്കം കണ്ടാന്ന് തോന്നുന്നു, നല്ല രീതിക്ക് കിട്ടി. പിന്നെ എന്നെ ഒരു മെഡും റിപ്പയറും എല്ലാം അടിച്ച് ഒരുത്ത് സിക്ലിൻ്റെ എവിടെയും സ്പോട്ട് ചെയ്ത് ഒരുത്തും ഇവിടെ ഡ്രോപ്പിൻ്റെ അവിടെ ഗ്ലൂ ആണിൻ്റെ അവിടെ. പിന്നെ ഒന്നും നോക്കില്ല, ഗ്ലൂ ഇട്ടൊന്ന് കയറി. എനിക്ക് എങ്ങനെയില്ല പോസ്റ്റിൻ്റെ പുറകെ ചെല്ലണമെന്ന് ഇത്. പോസ്റ്റിൻ്റെ പുറകിലെത്തി പിന്നെ നമുക്ക് കവറാവാമല്ലോ. പിന്നെ വീണ്ടും ഓടി നേരെ ചെന്നൊരു ഗ്ലൂ ഇട്ടു, വീണ്ടും ഓടി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കവറിലെത്തി കേസ്. അപ്പോഴാണ് അവൻ വൂക്കോങ് കൊണ്ട് വരുന്നുണ്ട്. ഒരു ഗ്രനേഡ് ചുമ്മാ ഒന്ന് തൂക്കി എറിഞ്ഞ കിട്ടിയില്ല. അവൻ അപ്പുറത്തോട്ട് നീങ്ങി. പിന്നെ നമ്മൾ ഞാൻ നോക്കിയപ്പോഴാണ് അവനവിടെ വൂക്കോങ് ഇട്ടേക്കുന്നത്. അവനെ സ്കോപ്പ് ചെയ്ത് തീർക്കാലോ നോക്കിയപ്പോൾ കിട്ടുക. വെരി സാഡ്. അപ്പോൾ കേസ് 3 പേരും കൂടി ഉള്ളൂ. ഇനി എങ്ങനെ ഇലുവന്മാരെല്ലാം തീർക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ വെടിവെച്ചത് തന്നെ വേറെ വരുത്താൻ തീർക്കാം. പിന്നെ നോക്കില്ല, അവനെ അങ്ങ് തലടിച്ച് പൊളിച്ചു. പിന്നെ ഞാൻ റഷ് ചെയ്ത് കയറിയപ്പോഴാണ് മറ്റവൻ നോക്കായിരുന്നു. അതുകൊണ്ട് അവനങ്ങ് ഫിനിഷ് ചെയ്തു. ആയതുകൊണ്ട് കിട്ടിയില്ല. ഒരുത്തനെ ഞാൻ അവിടെ സ്പോട്ട് ചെയ്തപ്പോൾ അവന് 148 ഒരു 38 കൊടുത്തു. എന്നിട്ടും ചത്തില്ല. പിന്നെ ഞാൻ ഗ്ലൂ ഇട്ട് റഷ് ചെയ്ത് ഞാൻ കയറി.
ചെറുക്കൻ നല്ല സീൻ പ്ലെയർ ആയിരുന്നു കേട്ടോ. അവൻ കുറേയൊക്കെ കവർ ചെയ്ത് പുറകിൽ കൂടെ കറങ്ങി തന്നെ കൊടുക്കും. അവനോട് ഞാൻ കുറേ നേരം നന്നായിട്ട് ഫിറ്റ് ചെയ്തു. അവൻ നന്നായിട്ട് കറങ്ങിയൊക്കെ വന്ന് കറങ്ങിയും എല്ലാം കൊണ്ടൊക്കെ കളിച്ചതാണ്. എന്നാൽ കൊള്ളായിരുന്നു. അവൻ്റെ ഇത് MP40 കൊണ്ടായിരുന്നു. MP40 ആയിരുന്നു. എന്നാലും കളിയുടെ അവസാനം MP40 കിട്ടി തന്നെ നന്നായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതൊന്ന് നേരത്തെ തന്നെ പെട്ടിയായേ. എന്നായാലും നമുക്ക് MP40 ഉണ്ടായി പവറാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ കാല അടിച്ച് പൊളിച്ചിട്ട് ഈ കളി നൈസായിട്ട് ബുയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 17 കില്ല് വിട്ട് മാസ് ബുയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.